റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. AMMA നേതൃപദവികളിലേക്ക് യുവതാരങ്ങളെ പരിഗണിച്ചേക്കും. മുഖം മിനുക്കാൻ തലമുറ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് ഈ നീക്കം. തെരഞ്ഞെടുപ്പിൽ ഇനി സമവായമില്ല. AMMAയിൽ ഇതുവരെ തെരഞ്ഞെടുപ്പുകൾ സമവായത്തിലൂടെ ആയിരുന്നുവെങ്കിൽ ഇനി സമവായമില്ല, തെരഞ്ഞെടുപ്പായിരിക്കും. വനിതാ സംവരണം ഉറപ്പാക്കണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം. WCC അംഗങ്ങൾ AMMA വിട്ടിറങ്ങി WCC രൂപീകരിച്ച അംഗങ്ങൾ അവരിപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ട്. ചിലർ അവർ അകത്തേക്ക് വരണം. WCC അംഗങ്ങൾ മടങ്ങി വന്നാൽ അംഗത്വം നൽകണം. അതും ആവശ്യമായി മുന്നിലുണ്ട്. അൽ അമീൻ നമുക്കൊപ്പം തുടരുകയാണ്. അൽ അമീൻ, വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നേതൃപദവികളിലേക്ക് യുവതാരങ്ങൾ വന്നുകൊണ്ട് ഒരു തലമുറ മാറ്റം. നേരത്തെ 25 വർഷമാണ് AMMAയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടവേള ബാബു ഇരുന്നത്. ഇനി അങ്ങനെ സമവായത്തിലൂടെ കാലാകാലം ഒരാൾക്ക് അധികാര സ്ഥാനത്ത് തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ? മാത്രമല്ല, മോഹൻലാൽ പോലും ഇനി പ്രസിഡന്റ് പദവിയിലേക്ക് അത് സമവായത്തിലൂടെയാണെങ്കിൽ പോലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ തുടരാനാണെങ്കിൽ ഇന്നലെ രാജിവെച്ച് പോകേണ്ട ആവശ്യമില്ലായിരുന്നു സുജയ. കാരണം നേരത്തെ തന്നെ മോഹൻലാൽ ഉൾപ്പെടെ ഈ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ തലക്കനമുള്ള നേതാക്കൾ, മമ്മൂട്ടി, മോഹൻലാൽ പോലെ മുതിർന്ന നേതാക്കൾ സംഘടനയെ നയിച്ചാൽ മാത്രമായിരിക്കും സംഘടനയ്ക്ക് ഒരു കെട്ടുറപ്പുണ്ടാവുക എന്നുള്ള അഭിപ്രായം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് കൂടിയാണ് മോഹൻലാൽ ആ സ്ഥാനത്ത് തുടർന്നത്. എന്ന് മാത്രമല്ല, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദീഖ് വന്നപ്പോൾ ആ തരത്തിലൊരു കരുത്തുകൂടി മോഹൻലാൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സിദ്ദീഖും ആ പദവി ഒഴിഞ്ഞതിന് പിന്നാലെയാണ് രാജിവെക്കുക എന്നുള്ള നിലപാടിലേക്ക് മോഹൻലാൽ ഉൾപ്പെടെ എത്തിയത്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും മോഹൻലാലോ മമ്മൂട്ടിയോ അങ്ങനെ ഈ പ്രധാന പദവികളിലേക്ക് വരാനുള്ള സാധ്യതയില്ല. പക്ഷെ അങ്ങനെ സാധ്യതയില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ മുതിർന്ന താരങ്ങളില്ലാതെ എങ്ങനെ സംഘടന മുന്നോട്ട് പോകുമെന്നൊരു ചോദ്യം കൂടി ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. അവിടെയാണ് ഈ തലമുറ മാറ്റം വരട്ടെ, ഒരു പരീക്ഷണം നടക്കട്ടെ, അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം നിലപാട് സ്വീകരിച്ച് പോകുമ്പോൾ പൊതുസമൂഹത്തിന്റെ അംഗീകാരവും സംഘടനയ്ക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൃഥ്വിരാജിന്റെയും കുഞ്ചാക്കോ ബോബന്റെയും ടൊവിനോ തോമസിന്റെയും ആസിഫ് അലിയുടെയും ഒക്കെ പേരുകൾ AMMAയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത്. അതോടൊപ്പം വനിതകൾ പലപ്പോഴായി സംഘടനയിൽ ചൂണ്ടിക്കാണിക്കുന്ന പരാതികൾ, അവരുടെ ആവശ്യങ്ങൾ, അവർ നേരിടുന്ന അവഗണന, ദുരനുഭവം, അതൊക്കെ സംഘടനയെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും അത് വേണ്ട വിധം കേൾക്കാനോ കാണാനോ പരിഹരിക്കാനോ ഇടപെടാനോ സംഘടനാ നേതൃത്വം തയ്യാറായിട്ടില്ല. പലപ്പോഴും ഈ സംഘടനയിൽ ഒപ്പം സിനിമാ മേഖലയിൽ ചൂഷണങ്ങൾക്കിരയാകുന്നത് വനിതകളാണ്. ആ അർത്ഥത്തിൽ, ആ സാഹചര്യത്തിൽ വനിതകളെ കേൾക്കാനും അവരോടൊപ്പം നിൽക്കാനും തയ്യാറാകുന്ന കരുത്തുറ്റ വനിതകൾ, അത് ഏതെങ്കിലും ഒരു വനിത വന്നിട്ട് കാര്യമില്ല, നിലപാടുള്ള കരുത്തുറ്റ വനിതകൾ അതിന്റെ കീ പോസ്റ്റിലേക്ക് വരണമെന്നൊരു അഭിപ്രായം. അങ്ങനെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത വരട്ടെ എന്നൊരു ചർച്ച കൂടി നടക്കുന്നത്. എന്ന് മാത്രമല്ല, WCC രൂപീകരിച്ചതിന് പിന്നാലെ പല അംഗങ്ങളും, ഈ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ പല വനിതകളും AMMAയിൽ നിന്ന് പുറത്തു പോവുകയും അതിനോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അവരെയൊക്കെ മടക്കിക്കൊണ്ടുവരണമെന്നൊരു ആവശ്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ഒരു യുവനിര വരികയും ഒരു പുതു മുഖം സംഘടനയ്ക്കുണ്ടാവുകയും ഒരു നവീകരണം ഉണ്ടാവുകയും കരുത്തുറ്റ ഒരാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്, അതും വനിത തന്നെ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്ക് പടിക്ക് പുറത്തേക്ക് പോയ, സംഘടനയെ വിട്ടുപോയ ആളുകൾക്കൊക്കെ മടങ്ങി വരാൻ ഒരു മനസ്സുണ്ടാകും. അങ്ങനെ മടങ്ങി വന്നാൽ അവർക്ക് മുന്നിൽ വാതിൽ കൊട്ടി അടയ്ക്കരുത് എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. അങ്ങനെ അടിമുടി ഒരു മാറ്റമാണ് സംഘടനയിൽ വേണമെന്നൊരു ആവശ്യം ശക്തമായി വരുന്നത്. അത് ജനറൽ ബോഡി ഉൾപ്പെടെ വിളിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മുറവിളി ഉയരുമ്പോഴും അതിന്റെയൊക്കെ ആവശ്യം, അല്ലെങ്കിൽ ആ ജനറൽ ബോഡി ചേരണമെന്ന് പറയുന്നതിന്റെയൊക്കെ ചേതോവികാരം, ഈ തരത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത്തരം ചർച്ചകളൊക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള ആശങ്ക കൂടി മുൻനിർത്തിയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഏതായിരുന്നാലും ജനറൽ ബോഡി വൈകാതെ ചേരും. അത് 2 മാസത്തിനകം തന്നെ ജനറൽ ബോഡി ചേരും. ഈ ആവശ്യങ്ങൾ അവിടെ ഉയർന്നു വരികയും ചെയ്യും. പക്ഷേ അപ്പോഴും സുജിയ, ഒരു സംശയമായി നിലനിൽക്കുന്നത് സിനിമാ മേഖലയിലുള്ളവർ തന്നെ, സംഘടനയിലുള്ളവർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും വരുമ്പോൾ അത് ഭാരിച്ച ചുമതലകളാണ്. ഈ പറയുന്ന യുവതാരങ്ങൾ, അത് പൃഥ്വിരാജ് ആകട്ടെ, കുഞ്ചാക്കോ ബോബൻ ആകട്ടെ, ടൊവിനോ തോമസ് ആകട്ടെ, ആസിഫ് അലി ആകട്ടെ, ഇനി നല്ലൊരു വനിതയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജസ്റ്റ് ചെയ്താൽ അങ്ങനെയുള്ളവരാകട്ടെ, ഇവരെല്ലാം വലിയ രീതിയിൽ തിരക്കുള്ളവരാണ്, സിനിമകളുള്ളവരാണ്, ഷൂട്ടുള്ളവരാണ്. അങ്ങനെ തിരക്ക് പിടിച്ച ആളുകൾ ആ സിനിമാ തിരക്കുകൾ ഒഴിവാക്കി സംഘടനയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ തയ്യാറാകുമോ, ആ ചുമതല ഏറ്റെടുക്കുമോ എന്നൊരു ആശങ്കയും എന്നൊരു ചോദ്യവും ഒരു ഭാഗത്തുണ്ട്.